ഷൗക്കത്തിന്റെ മരണത്തിൽ ഇപ്പോൾ ഗതാഗത വകുപ്പ് സെക്രട്ടറി അന്വേഷണം നടത്തുമെന്നുള്ള വാർത്ത പുറത്തുവരികയാണ്. പ്രാഥമിക റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗതാഗത മന്ത്രി CP ജോണിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. വീണ ചേരുന്നുണ്ട്. വീണ, ഈ അന്വേഷണം നടത്തുക എന്നൊക്കെ ഉള്ളൊരു പ്രഹസനമായി പലപ്പോഴും മാറുമെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. കാരണം മോട്ടോർ വാഹന വകുപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന വകുപ്പുകളിലൊന്നാണ്. അവിടെ കൈമുടക്കും കൈക്കൂലിയും ഒക്കെ നൽകാതെ ഒന്നും നടക്കില്ല എന്നുള്ള സാഹചര്യം അതൊരു പൊതുബോധവുമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഷൗക്കത്തിന്റെ മരണത്തിൽ എന്ത് അന്വേഷണം, ഏത് രീതിയിലുള്ള നടപടികൾ പ്രതീക്ഷിക്കാം? പ്രജിത്ത്, ഇത് വിവാദമായതോടുകൂടി, ഷൗക്കത്തിന്റെ ആത്മഹത്യ വിവാദമായതോടുകൂടിയാണ് സംഭവത്തിൽ ഒരു ഇടപെടൽ നടത്താൻ ഗതാഗത മന്ത്രി CP ജോൺ തയ്യാറായത്. ആദ്യം ഈ ഒരു സാഹചര്യത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗതാഗത വകുപ്പ് സെക്രട്ടറിയോട് 2 ദിവസത്തിനുള്ളിൽ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. TV അനുപമയ്ക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം സർക്കാർ നിലവിൽ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം സർക്കാർ വകുപ്പിൽ നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ട് എന്നുള്ള ആരോപണം വന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ 10 മാസങ്ങൾ നീണ്ട ഈ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി കയറി ഇറങ്ങി മനം നൊന്താണ് ഈ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളിലെ പിഴവ്, ഒപ്പം തന്നെ സർക്കാർ അധികാരത്തിലേറിയിട്ട് പോലും നടപടി ഉണ്ടാകുന്നില്ല. സാധാരണക്കാരുടെ വാഹനമാണ് ഓട്ടോറിക്ഷ. അവരുടെ ജീവിത ചിലവിനും മറ്റു കാര്യങ്ങൾക്കും നിത്യ ചിലവിനും ഒക്കെയായി ബന്ധപ്പെട്ട് ഓട്ടോ ഓടി ജീവിക്കുന്ന ഒരുപാട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നാട്ടിലുണ്ട്. അവരുടെയൊക്കെ മനോവീര്യം കെടുത്തുന്ന തരത്തിലുള്ള ഒരു നിലപാട് സർക്കാരിൻ്റെ, അതായത് ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ എന്നുള്ള ഒരു പുനഃപരിശോധന അടക്കം വേണമെന്നുള്ള ആവശ്യം കൂടി ശക്തമാകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ മരണസമയത്ത് തന്നെ ഷൗക്കത്ത് പങ്കുവച്ചിരുന്നു. ആ പോസ്റ്റിന് പിന്നാലെയാണ് ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത്. ആ ആത്മഹത്യയിൽ കാരണവുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. CP ജോണും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം സർക്കാരിന്റെ നിലപാട് എന്താണ്, സർക്കാർ ഏത് തരത്തിലുള്ള ഒരു ശുദ്ധി കലശമായിരിക്കും ഈ ഗതാഗത വകുപ്പിൽ നടത്തുക എന്നാണ് ഇനി അറിയേണ്ടത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പല വീഴ്ചകളിലും ഇത്തരത്തിലുള്ളൊരു അടിയന്തര അന്വേഷണം പ്രഖ്യാപിക്കുന്നു, റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന നടപടികളൊക്കെ ഉണ്ടാകുന്നു. പിന്നീടത് സർക്കാർ നൂലിഴകിൽ അല്ലെങ്കിൽ ചുവന്ന നാടയിൽപ്പെട്ട് കുരുങ്ങിക്കിടക്കുന്ന കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ അടിയന്തരമായിട്ടുള്ള നടപടി വേണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് വരുന്നത്. വരും ദിവസങ്ങളിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തീരുമാനം വൈകുകയാണെങ്കിൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. പ്രജിത്ത്. വീണയാണ് തലസ്ഥാനത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.